സോ ഒരു എക്സാമ്പിളൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇംപ്ലിമെൻറ്റിംഗ് ഇംപ്ലിമെൻറ്റ് എഫ് ഓഫ് എ ബി സി ഡി ഈക്വൽ ടു സിഗ്മ എം 0, 8, 9, 12, 13 ഇത് 0, 8 ഒക്കെ സെക്കൻഡ് 0, 8, 9, 12, 13 ഈ ഒരു സാധനത്തിന് യൂസിങ് 8:1 മക്സ്. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം എത്ര വേരിയബിൾ ഒരു ഫംഗ്ഷനാണ്? എത്ര വേരിയബിൾ ഫംഗ്ഷനാണ് ഇത് നമ്മൾ എഴുതിയേക്കുന്നത്? 4. വിച്ച് മീൻസ് നമുക്ക് എത്ര സെലക്ട് ലൈനുള്ള മൾട്ടിപ്ലക്സർ വേണം? യൂഷ്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എത്ര സെലക്ട് ലൈൻ ഉള്ളത് വേണം? 4 എന്ന് പറഞ്ഞാൽ എത്ര ഇൻപുട്ട് ഉള്ളതായിരിക്കണം? 4 സെലക്ട് ലൈൻ ഉണ്ടെങ്കിൽ എത്ര ഇൻപുട്ട് കാണും? 16. വിച്ച് മീൻസ് ഇത് യൂഷ്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് മൾട്ടിപ്ലക്സറാണ് ആവശ്യം? സാധാരണ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഏത് മൾട്ടിപ്ലക്സറാണ് നമുക്ക് ആവശ്യം? 16:1. പക്ഷേ നമ്മുടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് പറഞ്ഞേക്കുന്നത് 8:1 മൾട്ടിപ്ലക്സർ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് വരയ്ക്കും? ഒരു ടേബിൾ വരയ്ക്കും. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടേബിൾ വരയ്ക്കുന്നു. നമ്മളതിന് എത്ര കോളമുള്ള ടേബിൾ വരയ്ക്കണം? എത്ര കോളമുള്ള ടേബിൾ വരയ്ക്കണം? 16നെ 8 ആക്കുക. അപ്പോൾ നമുക്ക് 8 ഇൻപുട്ടിനെ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ എത്ര കോളം വേണം? എത്ര കോളം വേണം? 8 കോളം. ഏതൊക്കെയാണ്? D0 മുതൽ D7 വരെയാണ്. D0, D1, D2, D3, D4, D5, D6, D7. 8 കോളം. ശരി, എത്ര റോ വരും? നമ്മൾ എഫക്റ്റീവ്ലി നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമുക്ക് 4 സെലക്ട് ലൈൻ ഉണ്ട് വെച്ചാണ് നമ്മൾ യൂഷ്വലി ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ 8:1 മക്സ് ആയതുകൊണ്ട് നമുക്ക് എത്ര സെലക്ട് ലൈനേ ഉള്ളൂ? 3 എണ്ണേ ഉള്ളൂ. അപ്പം 3 സെലക്ട് ലൈൻ നമ്മൾ എടുത്തിട്ട് നാലാമത്തെ വേറൊരു എക്സ്ട്രാ ഉള്ളത് ആദ്യത്തെ സെലക്ട് ലൈനെ നമ്മൾ എന്തുമായിട്ട് മാറ്റുക? ഇൻപുട്ടായിട്ട് അങ്ങ് മാറ്റുക. 3 സെലക്ട് ലൈനായിട്ട് എടുത്തിട്ട് ആദ്യത്തെ ഒരു വേരിയബിളിൽ നമ്മൾ എന്തുവാ? ഇൻപുട്ടായിട്ട് അങ്ങ് മാറ്റുക ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എത്ര റോ വരയ്ക്കണം? എത്ര റോ വരയ്ക്കണം? 2 എണ്ണം. ഏതൊക്കെയാണ്? എ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ എ ബാറും എയും. ഇനി നമ്മൾ മൊത്തം വാല്യൂ നമ്മൾ എഴുതുന്നു ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 and 15. ഇനി ഏതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യണം? ഏതൊക്കെ മിൻ ടൈംസ് മാർക്ക് ചെയ്യണം? നമ്മുടെ പറഞ്ഞേക്കുന്ന ഇത്രയും മിൻ ടൈംസ് ഏതൊക്കെയാണ് പറഞ്ഞു? 0, 8, 9, 12, 13. ഇത്രയുമാണ് നമ്മുടെ നമ്മുടെ കറസ്പോണ്ടിങ് എക്സ്പ്രഷനകത്തുള്ള മിൻ ടൈം. അങ്ങനെയാണെങ്കിൽ ഓരോ ഇൻപുട്ടിലും ഓരോ കോളത്തിലെ ഓരോ ഇൻപുട്ടിനും വരുന്ന വാല്യൂസ് ഒന്ന് പറഞ്ഞു തന്നേ. ആയത്തിനകത്ത് എന്തോ വരും? ഇതെങ്ങനെ നമ്മൾ പറഞ്ഞ് അതൊന്നുകൂടെ റിഫ്രഷ് എങ്ങനെ വരുന്നേ? 2 കോളവും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 1, 2 കോളവും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ 0, ഏതെങ്കിലും ഒരു കോളവും മാർക്ക് ചെയ്തിട്ടെങ്കിൽ അതിന് നേരെയുള്ള കറസ്പോണ്ടിങ് എ. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആദ്യത്തിനകത്ത് 2 മാർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് 1. രണ്ടാമത്തതോ എന്തുകൊണ്ടാണ് വന്നേ? ഒരെണ്ണേ മാർക്ക് ചെയ്തിട്ടുള്ളൂ, അത് ഏത് റോയുടെയാണ്? എയുടെ ആയതുകൊണ്ട് ഞാൻ എഴുതി. അടുത്തതോ 0, കാരണം 2 കോളവും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. അടുത്തത് 0. ഇവിടെ നെക്സ്റ്റ് 0. എന്നിട്ട് ഇതിനെ വരയ്ക്കുന്നത് എങ്ങനെയാ? ഞാനൊരു 8:1 മൾട്ടിപ്ലക്സർ വരയ്ക്കും. ഒരു 8:1 മൾട്ടിപ്ലക്സർ. 8:1 എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 ഇൻപുട്ട്. എത്ര സെലക്ട് ലൈനാ? 3 സെലക്ട് ലൈന്, ഒരു ഔട്ട്പുട്ട്. ഇതാണ് എൻ്റെ സാധനങ്ങൾ. D0, D1, D2, D3, D4, D5, D6, D7. എൻ്റെ സെലക്ട് ലൈനുകൾ ഏതൊക്കെയാണ്? ബിയും സിയും ഡിയും. ഇതാണ് എൻ്റെ ഔട്ട്പുട്ട്. ഏതാണ്? എഫ്. ഇനി ഇൻപുട്ടുകൾ ഏതൊക്കെയാണ് കൊടുക്കണ്ടേ? ഇതേ ഓർഡറിൽ. എങ്ങനെയാ പറഞ്ഞു? 1, A, 0, 0, A, 0, 0 ആണല്ലോ. ശരിയാണോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം?
ഇവിടെ 1 കൊടുത്തു. എ വരുന്ന ഏതൊക്കെയാണ്? ഇത് എ ആണ്, ഇത് എ ആണ്, ഇത് എ ആണ്. ഇത് ഒരുമിച്ച് കണക്ട് ചെയ്ത് എന്ത് കൊടുക്കാം? എനിക്ക് ഒറ്റ എന്ന് കൊടുക്കാം, തെറ്റൊന്നുമില്ല. ഈ 0 വരുന്ന എല്ലാം കൂടെ എനിക്ക് എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം, തെറ്റൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങളുടെ ഇഷ്ടമാണ്, പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇത് 1, ഇതെല്ലാം കൂടിയേ ഇത് അത് സെപ്പറേറ്റ് എഴുതുമോ ഒരുമിച്ചാക്കുമോ? അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചെയ്താലും കുഴപ്പമില്ല. മനസ്സിലായല്ലോ? ഇപ്പോൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്തത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എങ്ങനെ അത് എഴുതുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ടുണ്ടോ? ഡൗട്ടുണ്ടോ? ഇല്ല സർ. ശരി, ഓക്കെ. നമുക്ക് ടോപ്പിക്കോട് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് പഠിക്കാം. അതായത് നമ്മളിപ്പോൾ പഠിച്ച മൾട്ടിപ്ലക്സറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു സാധനമാണ് മൾട്ടിപ്ലക്സറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സാധനമാണ് ഡീമൾട്ടിപ്ലക്സർ അഥവാ നമ്മൾ ഡീമക്സ് എന്ന് വിളിക്കും. ഡീമൾട്ടിപ്ലക്സർ അഥവാ ഡീമക്സ്. അപ്പോൾ മൾട്ടിപ്ലക്സർ നമുക്ക് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻപുട്ടിനെ സിംഗിൾ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ജോലിയാണ്. വിത്ത് ഹെൽപ്പ് ഓഫ് സെലക്ട് ലൈൻസ് മൾട്ടിപ്പിൾ ഇൻപുട്ടിനെ സിംഗിൾ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ആരുടെ ജോലി? മൾട്ടിപ്ലക്സറിൻ്റെ ജോലി. അങ്ങനെയാണെങ്കിൽ ഡീമൾട്ടിപ്ലക്സറിൻ്റെ ജോലി എന്തുമായിരിക്കും? മക്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻപുട്ടിനെ എന്തുമായിട്ട് മാറ്റും? സിംഗിൾ ഔട്ട്പുട്ടായിട്ട് മാറ്റും. അങ്ങനെയാണെങ്കിൽ ഡിമക്സിൻ്റെ ജോലി എന്തുമായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തുമായിരിക്കും? ആലോചിച്ചേ. മൾട്ടിപ്പിൾ ഇൻപുട്ടിനെ സിംഗിൾ ഔട്ട്പുട്ടായിട്ട് മാറ്റുന്നതാണ് മൾട്ടിപ്ലക്സർ. നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും ചെയ്യുന്നത്? സിംഗിൾ ഇൻപുട്ട് ആണോ സർ? ആ, സിംഗിൾ ഇൻപുട്ടിനെ എന്താക്കും? മൾട്ടിപ്പിൾ ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സാധനമാണ് ഡീമൾട്ടിപ്ലക്സർ. അപ്പോൾ അതിൻ്റെ പടം വരയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ഒരു ഡിമക്സ് ഞാൻ വരയ്ക്കുമ്പോൾ നേരത്തെ ഞാൻ മൾട്ടിപ്പിൾ ഇൻപുട്ടുകളും ഒരു ഔട്ട്പുട്ടും സെലക്ട് ലൈനും വരച്ചെങ്കിൽ ഇവിടെ അപ്പോൾ എങ്ങനെ ആയിരിക്കും? ഒരു ഇൻപുട്ടും മൾട്ടിപ്പിൾ ഔട്ട്പുട്ടും സെലക്ട് ലൈനും വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡീമൾട്ടിപ്ലക്സറിന് എന്ത് മാത്രമേ ഉള്ളൂ? ഒറ്റ സിംഗിൾ ഇൻപുട്ട് മാത്രമേ ഏതിനുള്ളൂ? ഡീമൾട്ടിപ്ലക്സർ. പകരം എന്താ കാണും? മൾട്ടിപ്പിൾ എന്ത് കാണും? പറയുവാണെങ്കിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2n ഔട്ട്പുട്ടും സെലക്ട് ലൈനിൻ്റെ വാല്യൂ മറ്റേപോലെ തന്നെ. എത്രയാണ്? മറ്റേപോലെ തന്നെ n സെലക്ട് ലൈൻസ്. അപ്പോൾ ഓർത്തിരിക്കുക നമുക്ക് ഡീമൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലക്സറിന് നേരെ ഓപ്പോസിറ്റുള്ള സാധനമാണ്. അപ്പോൾ സിംഗിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ടും അതിനകത്ത് എണ്ണം എന്ന് പറയുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻസും നമ്പർ ഓഫ് സെലക്ട് ലൈൻസും ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ n നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 2n ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ 2n ഔട്ട്പുട്ട് ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ എത്ര സെലക്ട് ലൈൻ വേണം? n സെലക്ട് ലൈൻസ് വേണം. അപ്പം മറ്റേ ബാക്കിയെല്ലാം സെയിം തന്നെ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 3 സെലക്ട് ലൈൻ ഉണ്ടെങ്കിൽ എത്ര ഔട്ട്പുട്ട് ലൈൻസ് കാണും? 8 ഔട്ട്പുട്ട് ലൈൻ ആണ്. 2 ഇൻപുട്ട് ലൈൻസ് സെലക്ട് ലൈൻസ് ഉണ്ടെങ്കിൽ എത്ര ഔട്ട്പുട്ട് കാണും? 4 ഔട്ട്പുട്ട് ലൈൻസ് കാണും. അല്ലെങ്കിൽ 4 സെലക്ട് ലൈൻ ഉണ്ടെങ്കിൽ എത്ര ഔട്ട്പുട്ട് ലൈൻസ് കാണും? 16. നേരത്തെ മൾട്ടിപ്ലക്സറിൻ്റെ കേസിൽ നമുക്ക് ഒറ്റ ഔട്ട്പുട്ടേ ഉള്ളെങ്കിൽ ഇവിടെ എന്തേ ഉള്ളൂ? ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ, മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. ആ വ്യത്യാസം മാത്രമേ ഏതുള്ളൂ? മൾട്ടിപ്ലക്സറും ഡീമൾട്ടിപ്ലക്സറും നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, മൾട്ടിപ്ലക്സർ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? സെലക്ട് ലൈനിലെ വാല്യൂ അനുസരിച്ച് ഏത് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പോകണം തീരുമാനിക്കും. ശരിയാണോ? ഡേറ്റ സെലക്ടർ നമ്മൾ വിളിക്കും. നമ്മൾ സെലക്ട് ലൈനിലെ വാല്യൂ അനുസരിച്ച് ഏത് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നതായിരുന്നു ആരുടെ ജോലി? മൾട്ടിപ്ലക്സറിൻ്റെ ജോലി. അപ്പോൾ ഡീമൾട്ടിപ്ലക്സറിൻ്റെ ജോലി എന്തുമായിരിക്കും? സെലക്ട് ലൈനിൻ്റെ വാല്യൂ അനുസരിച്ച് ഈ ഇൻപുട്ട് ഏത് ഔട്ട്പുട്ടിലേക്ക് പോകണം തീരുമാനിക്കും. മനസ്സിലായോ? നമ്മുടെ സെലക്ട് ലൈനിൻ്റെ വാല്യൂ അനുസരിച്ച് ഇപ്പോൾ ഉള്ള സിംഗിൾ ഇൻപുട്ട് ഏത് ഔട്ട്പുട്ടിലേക്ക് 2n നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ഉണ്ട്, ഇതിൽ ഏത് ഔട്ട്പുട്ട് ലൈനിലേക്ക് ഈ ഇൻപുട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നതാണ് ആരുടെ ജോലി? നമ്മുടെ ഡീമൾട്ടിപ്ലക്സറിൻ്റെ. ഫോർ എക്സാമ്പിൾ ഇൻപുട്ടിൽ ഇപ്പോൾ ഞാനൊരു 1 കൊടുത്തു. എനിക്കിപ്പോൾ സെലക്ട് ലൈനിൽ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചങ്ങ് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. സെയിം കൺസെപ്റ്റ് തന്നെ. അപ്പോൾ ആദ്യം നമുക്കൊരു ചെറുതൊരെണ്ണം വരയ്ക്കാം. അതായത്
2:2 നമുക്ക് ആണെങ്കിൽ ചെറുതൊന്നും വരയ്ക്കാം, അത് സൗകര്യം. 2 വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു മൾട്ടിപ്ലക്സർ, ഒരു ഇൻപുട്ട്. ഓക്കെ, ഏത് വേണം? ഏറ്റവും ചെറുത് തന്നെ വരയ്ക്കാം. 2 ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഒന്നാലോചിച്ച് നോക്കിയേ, ഒരു ഇൻപുട്ടും 2 ഔട്ട്പുട്ടും. നമ്മൾ നേരത്തെ ആണെങ്കിൽ റേഷ്യോ എഴുതുന്നത് എങ്ങനെയായിരുന്നു? 2 ഇൻപുട്ടും 4 ഔട്ട്പുട്ടും ഉള്ള ആണെങ്കിൽ എന്താ പറയുന്നത്, 4 ഇൻപുട്ടും 1 ഔട്ട്പുട്ട് ഉള്ള സാധനത്തിന് നമ്മൾ 4:1 മക്സ് എന്നും, 8 ഇൻപുട്ടും 1 ഔട്ട്പുട്ട് ഉള്ള സാധനത്തിന് 8:1 മക്സ് എന്നും, 16 ഇൻപുട്ടും 1 ഔട്ട്പുട്ട് ഉള്ളതിനെ 16:1 മൾട്ടിപ്ലക്സർ എന്നൊക്കെ വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ആണെങ്കിൽ എന്താ വിളിക്കണം നമുക്ക്? 1:2 ഡിമക്സ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു ഇൻപുട്ടും 1, 2, 3, 4 ഔട്ട്പുട്ടും ഉണ്ടായിരുന്നെങ്കിലോ? ഒരു ഇൻപുട്ടും 4 ഔട്ട്പുട്ടും 2 സെലക്ട് ലൈൻ. ഇവിടെ നോക്കിയേ, 2 ഔട്ട്പുട്ടേ ഉള്ളെങ്കിൽ എത്ര സെലക്ട് ലൈൻ കാണുള്ളൂ? ഒറ്റ സെലക്ട് ലൈനിലേ കാണുള്ളൂ. കാരണം എന്താ? ഇത് 2n2 ആണെങ്കിൽ n-ന്റെ വാല്യൂ എന്തുമായിരിക്കണം? 1 ആയിരിക്കണം. ഇവിടെ 2 സെലക്ട് ലൈനും ഒരു ഇൻപുട്ടും 4 ഔട്ട്പുട്ടും ആണെങ്കിൽ ഇതിനെ എന്താ പേരിട്ട് നമുക്ക് വിളിക്കാം? ഒരു ഇൻപുട്ട് 4 ഔട്ട്പുട്ട്. അപ്പോൾ റേഷ്യോ നമുക്ക് എങ്ങനെ വിളിക്കാം? 1:4. 1:4. അതേപോലെ തന്നെ ഒരു ഇൻപുട്ടും 3 സെലക്ട് ലൈനും 8 ഔട്ട്പുട്ടും ആയിരുന്നെങ്കിലോ എന്ത് വിളിക്കും? 1:8. 1:8. മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പം ഒരു ഇൻപുട്ടും 4 സെലക്ട് ലൈനും 16 ഔട്ട്പുട്ടും ആണെങ്കിലോ 1:16. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എത്ര ഇൻപുട്ട് ടു ഔട്ട്പുട്ട് ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻപുട്ടും 2 ഔട്ട്പുട്ടാണ് 1:2, ഒരു ഇൻപുട്ടും 4 ഔട്ട്പുട്ടാണ് 1:4, ഒന്ന് 8 ആണ് 1:8, ഒന്ന് 16 ആണ് 1:16. വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെ. അപ്പോൾ ഈ ഒരു സാധനമാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഈ 1:4ൻ്റെ കാര്യങ്ങൾ എടുക്കുക. 1:4 കേസിൽ ഞാനിവിടെ 1 എന്നൊരു വാല്യൂ ഈ ഇൻപുട്ടിലേക്ക് കൊടുത്തു. ഓക്കെ, എൻ്റെ സെലക്ട് ലൈനിലോട്ട് ഞാൻ 0 കൊടുത്തു. കുഴപ്പമില്ലല്ലോ. ഇതാണ് എൻ്റെ നമ്മുടെ എന്താ ഡിമൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ടുകൾ. അതിന് ഞാനിപ്പം D0, D1, D2, D3 എന്ന് കൊടുത്തു. D0, D1, D2, D3 എന്ന് കൊടുത്തു. ഞാൻ എൻ്റെ സെലക്ട് ലൈനിൽ കൊടുത്ത വാല്യൂ 0 ആയ. സെലക്ട് ലൈനിൽ 0 കൊടുത്താൽ ഏത് ലൈൻ സെലക്ട് ആവും? ഔട്ട്പുട്ടിലെ മൾട്ടിപ്ലക്സർ പോലെ തന്നെയാണ്. 0 കൊടുത്താൽ ഏത് സെലക്ട് ആവും? D0 സെലക്ട് ആവും. വിച്ച് മീൻസ് ഇൻപുട്ടിൽ ഞാൻ എന്ത് കൊടുത്തോ അത് എവിടെ വരും? D0 വരും. മനസ്സിലാവുന്നുണ്ടോ? ഇൻപുട്ടിൽ ഞാൻ 1 കൊടുത്തെങ്കിൽ 1 D0 വരും. ഇൻപുട്ടിൽ 0 കൊടുത്തെങ്കിൽ 0 എവിടെ വരും? D0 വരും. ഓർക്കേണ്ട ഒരു കാര്യം, ഏത് ഇൻപുട്ടാണോ ഞാൻ ഏത് ഔട്ട്പുട്ട് ലൈനിലേക്കാണോ ഞാൻ സെലക്ട് ചെയ്യുന്നത്, ആ ഔട്ട്പുട്ട് ലൈനിലേക്ക് ഇൻപുട്ടിൽ എന്ത് വാല്യൂ കൊടുത്തോ അത് ഔട്ട്പുട്ടിൽ വരും. ബാക്കി എല്ലാ സ്ഥലത്തും 0 ആയിരിക്കും. അത് ഓർത്തോളുക. ബാക്കി എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? 0 ആയിരിക്കും. വിച്ച് മീൻസ് ഞാനിപ്പോൾ 0 കൊടുത്തു, ഇവിടെ 1 കൊടുത്താൽ ഏത് ലൈൻ സെലക്ട് ആയി? D0 സെലക്ട് ആയി. അപ്പോൾ D0യുടെ വാല്യൂ എന്തുവായി? 1 ആയി. D1ഉം D2ഉം D3 എന്തുമായിരിക്കും? D1ഉം D2ഉം D3 എന്തുമായിരിക്കും? 0 ആയിരിക്കും. അതേസമയം ഞാൻ സെലക്ട് ലൈനിലായിട്ട് 0 കൊടുത്താൽ ഏത് പിന്നെ സെലക്ട് ആവും? 0 കൊടുക്കുന്നെങ്കിൽ ഏത് സെലക്ട് ആവും? D1. അപ്പോൾ D1ലെ വാല്യൂ എന്തുമായിരിക്കും? 1 ആയിരിക്കും. കാരണം ഇൻപുട്ടിൽ ഞാൻ 1 ആയതുകൊണ്ട് D1ലെ വാല്യൂ എന്തുമായിരിക്കും? 1 ആയിരിക്കും. ബാക്കി എല്ലായിടത്തും എന്തുമായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? ഇപ്പം ഞാനിവിടെ 10 കൊടുത്താലോ ഏത് സെലക്ട് ആവും? D2ൻ്റെ അവിടെ മാത്രം 1 വരും. ബാക്കി എല്ലായിടത്തും എന്തുമായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? അടുത്ത ഞാൻ 1 കൊടുത്താലോ ഏത് സെലക്ട് ആവും? 1 കൊടുത്ത ഏത് സെലക്ട് ആവും? D3 ആണോ? അപ്പോൾ D3ലെ വാല്യൂ എന്ത് വരും? D3ൽ എന്താ വാല്യൂ വരും? 1 വരും. ബാക്കി എല്ലായിടത്തും എന്തുമായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് എങ്ങനെയാന്ന്? മനസ്സിലായോ? ആയോ പിള്ളേരെ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പേരെത്ത് പറയുന്നത്, നമുക്കൊരു ഇതിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ നമുക്ക് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലാണ് നമുക്ക് ട്രൂത്ത് ടേബിൾ നമ്മൾ വരയ്ക്കുന്നതെന്ന് വിചാരിച്ചുകൂടാ. സെലക്ട് ലൈൻസും വെച്ച് ട്രൂത്ത് ടേബിൾ വരയ്ക്കാമെന്ന് വിചാരിക്കുക. നമുക്ക് സെലക്ട് ലൈൻസ് ഞാൻ ഇപ്പോൾ 1:4
ഡിമെക്സിൻ്റെ കേസാണ് പറയുന്നതെന്ന് വിചാരിക്കുക. സെലക്ട് ലൈറ്റ് രണ്ടെണ്ണം, S0യും ഞാൻ പേര് കൊടുത്തില്ലയോ, S0യും S1 എന്ന് വിചാരിക്കുക, രണ്ട് സെലക്ട് ലൈൻ. ഓക്കെ, എൻ്റെ ഔട്ട്പുട്ടുകൾ ഏതൊക്കെയാണ് ഉള്ളത്? D0, D1, D2, D3, 4 ഔട്ട്പുട്ടുകളുണ്ടെന്ന് വിചാരിക്കുക. D0, D1, D2, D3. ഓക്കെ, എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എൻ്റെ പേര് കൊടുത്തില്ല, ഇൻപുട്ട് എന്ന് പറയുന്നത് ഐയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് D0, D1, D2, D3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഇതാണ് എൻ്റെ ഇൻപുട്ട്, ഇൻപുട്ട് മീൻസ് സെലക്ട് ലൈൻസ്. ഇതാണ് എൻ്റെ ഔട്ട്പുട്ട്. S0, S1 എത്ര പോസിബിൾ കോമ്പിനേഷൻ ഉണ്ട് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. 0, 0, 0, 1, 1, 0, 1, 1 ഇത്രയും കോമ്പിനേഷനല്ലേ ഉള്ളൂ. ശരിയാണോ? ആണ്. 0, 0 കൊടുക്കുമ്പോൾ D0 സെലക്ട് ആവുമല്ലോ. ശരിയാണോ? 0, 0 കൊടുക്കുമ്പോൾ D0 സെലക്ട് ആവുമല്ലോ. D0ലോട്ട് എന്തോ ചെല്ലുന്നേ? ഇൻപുട്ടിൽ എന്താണോ അതായിരിക്കും അവിടെ ചെല്ലുന്നേ, D0യിൽ ചെല്ലുന്നത്. ശരിയാണോ? ഇൻപുട്ടിൽ എന്താണോ അതാണ് D0യിൽ ചെല്ലുന്നത്. ശരിയാണോ? ശരി സർ. എന്ന് പറഞ്ഞാൽ ഞാൻ 0, 0 കൊടുക്കുമ്പോൾ D0ലോട്ട് എന്തുവാ വരുന്നേ? എൻ്റെ ഇൻപുട്ടായി. ശരിയാണോ? ഞാൻ 0, 0 കൊടുക്കുമ്പോൾ D0യിൽ എന്ത് വരും? എൻ്റെ ഇൻപുട്ടായി വരുമോ? വരും. അപ്പോൾ D1ഉം D2ഉം D3യിലും എന്തുമായിരിക്കും? 0. ഇവിടെയും ഇവിടെ എന്തുമായിരിക്കും? 0 ആയിരിക്കും. 0, 1 കൊടുക്കുമ്പോൾ എങ്ങനെ വരും? D1ൽ I വരും. D1ൽ I വരും. D0ലും D2ലും D3ലും എന്ത് വരും? 0 വരും. 0 വരും. 1, 0 കൊടുക്കുമ്പോഴോ? 1, 0 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? D2ൽ I വരും. D0, D1, D3ലോ? 0, 0, 0, 0. ഇനി 1, 1 കൊടുക്കുമ്പോഴോ? 1, 1 കൊടുക്കുമ്പോൾ D3ൽ I വരും. ബാക്കി എല്ലായിടത്തും എന്ത് വരും? 0 വരും. ഇനി ഇത് സെയിം കൺസെപ്റ്റ് തന്നെയാണ് നിങ്ങൾ 1:8 ചെയ്താലും 1:16 ചെയ്താലും എല്ലാത്തിലും. വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ? എണ്ണം കൂടും. മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോൾ 1:8 ആയിരുന്നു, എങ്ങനെ വന്നേനെ? ഇവിടെ S0, S1 പകരം എന്തോ വന്നേനെ? S0, S1, S2 വന്നേനെ. D0 to D3ക്ക് പകരം 1:8 ആയിരുന്നു, എവിടെ വരെ വന്നേനെ? D0 മുതൽ D7 വരെ വന്നേനെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴും ഇതിൻ്റെ പോക്ക് എങ്ങനെ ഇരിക്കും? ഈ ഡയഗണലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആ സെലക്ട് ആവുന്ന ലൈനിൽ മാത്രം ഇൻപുട്ട് വരും, ബാക്കി എല്ലായിടത്തും എന്തുമായിരിക്കും വരുന്നത്? 0 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായ പിള്ളേരെ? ആയി. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ഔട്ട്പുട്ടുകൾ ഏതൊക്കെയാ? D0യും D1ഉം D2നും D3യും ആണ് നമ്മുടെ ഔട്ട്പുട്ടുകൾ. അപ്പോൾ ആ D0യ്ക്കും D1നും D2നും D3ക്കും ഉള്ള എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? D0 എന്തുവാ? D0യ്ക്കുള്ള എക്സ്പ്രഷൻ എന്തുവാ? സെലക്ട് ലൈൻ S0 0 ആയിരിക്കണം, S1 0 ആയിരിക്കണം, അതിൻ്റെ കൂടെ എന്തുകൂടെ വരണം? ഇൻപുട്ട് കൂടെ വരണം. അപ്പോൾ D0 ഈസ് ഈക്വൽ ടു, ഓർത്തിരിക്കുക, D0 ഈസ് ഈക്വൽ ടു S0 ബാർ S1 ബാർ I. ഇൻപുട്ടും S0 ബാറും S1 ബാറൂടെ ചേർന്ന് വരുമ്പോഴായിരിക്കും എനിക്ക് എന്താ കിട്ടുന്നത്? D0 കിട്ടുന്നത്. മനസ്സിലായോ? ആ I എന്ന് പറയുന്നത് 0 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ 1. നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നത് അതനുസരിച്ചിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ D1ൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? D1ൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? എന്ത് വരുമ്പോഴാണ് D1ലെ സെലക്ട് ആവുന്നത്? S0, S1 എന്താവുമ്പോഴാണ് D1 സെലക്ട് ആവുന്നത്? എന്താവുമ്പോഴാ? S0 0 ആവുമ്പോഴും S1 1 ആവുമ്പോഴും. അപ്പോൾ എക്സ്പ്രഷൻ എങ്ങനെ വരും? S0 ബാർ S1 അതിൻ്റെ കൂടെ എന്തുകൂടെ വരും? I. അപ്പം അങ്ങനെ D2ന് എന്ത് വരും? D2ന് എന്ത് വരും? S0 S1 ബാർ I. S1 ബാർ I. D3ക്കോ? S0 S1 I. S0 S1 I. മനസ്സിലായോ? ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 1:8 ആയിരുന്നു, എങ്ങനെ വന്നേനെ? D0 ഈസ് ഈക്വൽ ടു എന്താ വന്നേനെ? 0, 0, 0 വരുമ്പോഴല്ലയോ D0 സെലക്ട് ആവുന്നത്. അപ്പോൾ എന്താ വന്നേനെ? S0 ബാർ S1 ബാർ S2 ബാർ ഇൻറ്റു I. D1 എന്താ വന്നേനെ? S0 ബാർ S1 ബാർ 0, 0, 1 അല്ലേ? S2 ഇൻറ്റു I.
D2 എന്ത് വന്നേനെ 0 1 0. അപ്പം S0 ബാർ S1 S2 ബാർ ഇൻറ്റു ഐ അങ്ങനെ പോയി D7 എന്താ വന്നേനെ S0 S1 S2 ഐ. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഉണ്ട് സർ. ഇങ്ങനെ നമുക്ക് എന്ത് വേണേൽ എഴുതാം. നീ എഴുതിയ രീതി മനസ്സിലായോ? നിങ്ങൾക്ക് എഴുതിയ രീതി മനസ്സിലായോ? മനസ്സിലായി. അത്ര മാത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊന്ന് വരയ്ക്കണമെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇപ്പം ഈ പറഞ്ഞ സാധനത്തിനൊന്ന് വരയ്ക്കണമെങ്കിൽ എങ്ങനെ ഇരിക്കും? ഒരു സർക്യൂട്ട് നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്തുവാ? എന്താണെന്ന് പറയണം, ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കണം, അതിൻ്റെ എക്സ്പ്രഷൻ എഴുതണം, ട്രൂത്ത് ടേബിൾ എഴുതണം, എക്സ്പ്രഷൻ എഴുതണം, എക്സ്പ്രഷനകത്തുനിന്ന് സർക്യൂട്ട് വരയ്ക്കണം. ഇത്രയാണല്ലോ നമ്മുടെ സ്റ്റെപ്പുകൾ. അങ്ങനെയാണെങ്കിൽ 1:4 DMXൻ്റെ സർക്യൂട്ട് ഡയഗ്രം നമുക്ക് എന്നെ വിളിക്കാം. നമുക്ക് വരയ്ക്കേണ്ട എന്തൊക്കെയാണ്? നമുക്ക് ഔട്ട്പുട്ട് വേണ്ട എന്തൊക്കെയാണ്? നമുക്ക് D0യുടെ ഔട്ട്പുട്ട് വേണം, D1 വേണം, D2 വേണം, D3 വേണം. D0 നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് എങ്ങനെയാണ്? S0 ബാർ S1 ബാർ ഐ. D1 പഠിച്ചു വെച്ചേക്കുന്നത് S0 ബാർ S1 ഐ. D2 പഠിച്ചു വെച്ചേക്കുന്നത് S0 S1 ബാർ ഐ. D3 പഠിച്ചു വെച്ചേക്കുന്നത് S0 S1 ഇൻറ്റു ഐ. ഇതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിളാ. എന്ത് ചെയ്താൽ മതി? എനിക്ക് രണ്ട് സെലക്ട് ലൈനാണുള്ളത്. ഏതൊക്കെയാണ്? S0യും S1ഉം. രണ്ടിനും പടം വരയ്ക്കുക. ഒരു S0യ്ക്ക് ലൈൻ വരയ്ക്കുക, S1 ലൈൻ വരയ്ക്കുക. എനിക്ക് ബാറും കൂടെ വേണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക? അതിൻ്റെ ഇൻവേർട്ടഡ് ലൈനൂടെ വരയ്ക്കുക, അതും താഴോട്ട് വരയ്ക്കുക. എന്നിട്ട് ഇതാണ് S0, ഇതാണ് S1. അപ്പോൾ എനിക്ക് ഈ ബാറ് കഴിഞ്ഞുള്ള ഇവിടെ എൻ്റെ അടുത്ത് എന്താ കിട്ടും? എനിക്ക് എന്താ കിട്ടും? ഇത് S0യും S1ഉം ആണെങ്കിൽ ഈ ഇൻവെർട്ടർ കഴിഞ്ഞുള്ള ഇവിടെ എനിക്ക് എന്താ കിട്ടും? S0 ബാറും S1 ബാറും. ഇവിടെ S0 ബാർ കിട്ടും, ഇവിടെ എന്താ കിട്ടും? S1 ബാർ കിട്ടും. ശരി, ഇനി D0 വേണമെങ്കിൽ എന്തോ പറഞ്ഞേക്കുന്നത്? S0 ബാറും S1 ബാറും ഐയും കൂടെ ഏത് ഗേറ്റിൽ കൊടുക്കണം? ഏത് ഗേറ്റിൽ കൊടുക്കണം? ആൻഡ് ഗേറ്റിൽ. അപ്പം ഞാൻ എന്തോ ചെയ്താൽ മതി? ഒരു ആൻഡ് ഗേറ്റ് വരയ്ക്കുക. ആ ആൻഡ് ഗേറ്റിനകത്തോട്ട് S0 ബാർ വരയ്ക്കുക, S1 ബാർ വരയ്ക്കുക, കൂടെ എന്തോ കൂടെ വരയ്ക്കുക? ഐ. S0 ബാറും S1 ബാറും ഐയും കൂടെ വരച്ചാൽ എനിക്കിവിടെ എന്തോ കിട്ടും? കിട്ടും S0 ബാർ S1 ബാർ ഐ വിച്ച് ഈസ് ഈക്വൽ ടു എന്തുവാണ്? D0. ശരിയാണോ? ആണ്. ഇനി എനിക്ക് D1 വേണമെങ്കിലോ? D1 വേണമെങ്കിൽ S0 ബാറും S1ഉം ഐയും കൂടെ. അപ്പോൾ ഞാൻ ഐ വരച്ചു. ഐ ഇപ്പോൾ എല്ലാത്തിനും കോമൺ അല്ലേ? അപ്പോൾ ഞാൻ ഒരു ഐ വരച്ചു. S0 ബാറും വേണം, S1ഉം വേണം. അപ്പോൾ ഞാൻ S0 ബാർ വരച്ചു. എനിക്കിനി S1 വേണം. അപ്പോൾ S1 ബാറിൽ നിന്നല്ല S1ൽ നിന്ന് ലൈൻ വരച്ചു. അത് മൂന്നൂടെ കണക്ട് ആയപ്പോൾ എനിക്ക് എന്താ കിട്ടി? D1 കിട്ടി. കിട്ടുമോ പിള്ളേരെ? കിട്ടും. ഇനി അതുപോലെ തന്നെ D2 വേണമെങ്കിലോ? D2 പറഞ്ഞത് S0യും S1 ബാറും ഐയും. ശരി, ഐ വരയ്ക്കുന്നു, S0യും S1 ബാറും. അപ്പം ഞാൻ S0 വരയ്ക്കുന്നു, S1 ബാർ വരയ്ക്കുന്നു. മൂന്നൂടെ ആയപ്പോഴത്തേക്ക് എന്തുമായി? ഇപ്പുറത്ത് എന്തുമായി? D2 ആയി. ഇനി എനിക്ക് D3 വേണമെങ്കിലോ? S0യും S1ഉം ഐയും. ഞാൻ ഏതൊക്കെ വരയ്ക്കണം? ഐ ഓൾറെഡി ഞാൻ ഇതിൻ്റെ കൂടെ വരച്ചു, S0 വരച്ചു, S1 വരച്ചു. ഇത്ര ആയപ്പോഴത്തേക്ക് എന്താ കിട്ടി? എനിക്ക് D3 കിട്ടി. കിട്ടുമോ? കിട്ടും സർ. കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് അല്ല, തിയറിറ്റിക്കലായിട്ട് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ആദ്യം അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, അതായത് നമ്മൾ നേരത്തെ പഠിച്ച പോലത്തെ നമ്മുടെ സ്റ്റെപ്പുകളാണ് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, ഞാൻ 1:2 കാണിക്കുന്നുള്ളൂ. ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കണം, അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കണം, അതിൻ്റെ എക്സ്പ്രഷൻ എഴുതണം. ആ എക്സ്പ്രഷനകത്തുനിന്ന് പിന്നെന്തോ ചെയ്യണം? എക്സ്പ്രഷനകത്തുനിന്ന് എന്താ വരയ്ക്കണം? ലാസ്റ്റ് സർക്യൂട്ട് ഡയഗ്രാം. ഈ ഇത്ര സ്റ്റെപ്പുകൾ ഓർമ്മയുണ്ടോ? അതായത് ബ്ലോക്ക് ഡയഗ്രാം, ട്രൂത്ത് ടേബിൾ, എക്സ്പ്രഷന്, ലാസ്റ്റ് എന്തുവാണ്? സർക്യൂട്ട് ഡയഗ്രാം. ഇത്രയും ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ആ കറസ്പോണ്ടിങ് ക്വസ്റ്റിന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇനി ഡീമൾട്ടിപ്ലക്സർ സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ശരി. ഓക്കെ, അപ്പം അങ്ങനെയാണ്. ഇന്ന് ഇത്രയും മതി. ഞാൻ ഡീമൾട്ടിപ്ലക്സറോടെ ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. ബാക്കി തൊട്ട് നമ്മൾ വേറെ പുതിയ ഫ്രഷ് ടോപ്പിക്ക് അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തോളാം കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു.